എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. നമുക്കെല്ലാവർക്കും ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ക്ഷീണം ഉണ്ടായാൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ ആ ക്ഷീണങ്ങളൊക്കെ മാറാറുമുണ്ട്. ചിലപ്പോൾ അതികഠിനമായ ക്ഷീണം ഉണ്ടാവും, റെസ്റ്റ് എടുത്താൽ മാറില്ല. നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെയൊക്കെ കാണാൻ പോവും. ചിലപ്പോഴൊക്കെ ഡോക്ടർ ചില പ്രിലിമിനറി ആയിട്ടുള്ള ചില ടെസ്റ്റുകളൊക്കെ ചെയ്യും. അത്തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ സാധാരണ നോക്കാറുള്ള ഒന്ന് CBC എന്തെങ്കിലും അണുബാധയുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ നോക്കാറുണ്ട്. ഹീമോഗ്ലോബിൻ നോക്കാറുണ്ട്. അയൺ കുറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതാണോ എന്ന് നോക്കാറുണ്ട്. വൈറ്റമിൻ B12 പ്രധാനമായിട്ടും നോക്കാറുണ്ട്. കാരണം B12 കുറഞ്ഞാലൊക്കെ അതികഠിനമായ ക്ഷീണം, ഫറ്റീഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോഴെങ്കിലും ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നോർമലായിരിക്കും, പക്ഷേ ക്ഷീണം വിട്ടുമാറില്ല. ഇപ്പോൾ പലപ്പോഴും നമ്മളോട് എല്ലാവരും പറയും ഇതൊക്കെ കുഴിമടിയനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഒരു രോഗമില്ല, കാരണം ബ്ലഡ് ടെസ്റ്റൊക്കെ നോർമലായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം നമുക്ക് അതികഠിനമായിട്ടുള്ള ക്ഷീണമുണ്ട്, വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം. നമ്മൾ നോക്കേണ്ടത് ഈ ക്ഷീണത്തോടു കൂടി ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അല്ലെങ്കിൽ അല്പം നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരുന്നത് പോലെ, ശ്വാസം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു അസ്വസ്ഥതയുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നഖം വളരെ ബ്രിട്ടിലാണോ, പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള നഖത്തിന് ഡാമേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പലപ്പോഴൊക്കെ പെട്ടെന്ന് തലകറക്കം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരുന്ന പോലെ ഒരു ഡിസിനസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിലുപരിയായി അതികഠിനമായ മുടി കൊഴിച്ചിലുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മുടി കൊഴിച്ചിലും ഈ പറയുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അല്ലെങ്കിൽ ഒരു പടിയൊക്കെ കയറിപ്പോകുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതോടുകൂടി തന്നെ ക്ഷീണവും നഖത്തിനുള്ള ഡാമേജും തലകറക്കവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫെറിറ്റിൻ്റെ ടെസ്റ്റാണ്. എന്താണ് ഫെറിറ്റിൻ? ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു സോർട്ട് ഓഫ് പ്രോട്ടീനാണ്, അയൺ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ്. അപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് സ്റ്റോർഡ് അയൺ, ഒരു പക്ഷേ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നോർമലായിരിക്കാം, നിങ്ങളുടെ രക്തത്തിലെ RBC ഒക്കെ നോർമലായിരിക്കാം, പക്ഷേ ഫെറിറ്റിൻ നിങ്ങളുടെ ശരീരത്തിൽ കുറവാകാം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു 24 തൊട്ട് 336 mg/ml ആണ് സാധാരണ ഇതിൻ്റെ ഒരു നോർമൽ റേഞ്ചായിട്ട് പറയുക. ഒരു 200 ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഇത് ചിലപ്പോഴെങ്കിലും അതികഠിനമായിട്ട് കുറയാറുണ്ട്. 24 കുറഞ്ഞ് ചിലപ്പോൾ 10 ചില മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഹിമോലറ്റിക് അനീമിയ വളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ, ചില നമ്മുടെ ശരീരത്തിനകത്തുള്ള ഉപാപചയങ്ങളെ ബന്ധപ്പെടുന്ന ചില രോഗങ്ങളുള്ളവർക്കോ ഇത് ഉണ്ടാകാം. ഹൈപ്പോതൈറോയിഡുള്ള ആൾക്കാർക്ക് ഫെറിറ്റിൻ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റീനൽ ഫങ്ഷൻ അല്ലെങ്കിൽ കിഡ്നി പരമായിട്ട് രോഗം ഉള്ളവർക്ക് ഇത് കുറയാനുള്ള സാധ്യത. ഭക്ഷണ രീതി ശരിയായ രീതിയിൽ ക്രമീകരിച്ച രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ഇല്ലാത്തവർക്കും ഈ പറയുന്ന ഫെറിറ്റിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഫെറിറ്റിൻ നിങ്ങളുടെ ശരീരത്തിൽ കുറയാം. അപ്പോൾ ഇത്തരത്തിൽ ഫെറിറ്റിൻ കുറയാതിരിക്കാൻ എന്ത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഫെറിറ്റിനൊക്കെ ഉണ്ടാകുന്ന പലപ്പോഴും നോൺ വെജിറ്റേറിയൻ ഡയറ്റുമായിട്ട് ചേർന്നിട്ടാണ്. ഇപ്പം എല്ലാ വിധത്തിലുള്ള റെഡ് മീറ്റിലും ഇതുണ്ട്, അതുപോലെ തന്നെ ലിവറിൽ അല്ലെങ്കിൽ ഓർഗൻ മീറ്റിൽ ഇതിനകത്തുണ്ട്, അതുപോലെ പോൾട്രി, നമ്മുടെ കോഴി, ടർക്കി ഇതുപോലെയുള്ള മീറ്റിലും ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സീ ഫുഡ്, ഇപ്പോൾ ഓയിസ്റ്റർ ആയാലും അതുപോലെ തന്നെ ടൂണ ആയാലും നമ്മളെ മത്തി അയലയിലൊക്കെ ഇത് അത്യാവശ്യം ഈ ഫെറിറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. മുട്ടയിലും അത്യാവശ്യം ഈ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തോന്നും ഇത് നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ മാത്രമാണോ ഉണ്ടാവുക എന്ന്. തീർച്ചയായിട്ടും അല്ല. പല തരത്തിൽപ്പെട്ട സീഡ്സുകളിലും ഇതുണ്ട്. ഉദാഹരണത്തിന് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ ചില നട്ട്സുകളിൽ നമ്മുടെ ആൽമണ്ട് ആയാലും കാഷ്യൂ ആയാലും ഒക്കെ ആവശ്യത്തിന് ഫെറിറ്റിൻ അടങ്ങിയ ഘടകങ്ങൾ തന്നെയാണ്. ചില ഇലക്കറികളിലും ഫെറിറ്റിൻ ഉണ്ട്. പ്രധാനമായിട്ട് കേൽ അല്ലെങ്കിൽ സ്പൈനാഷ് പോലെയുള്ള സാധനങ്ങൾ, ചീരവർഗ്ഗത്തിൽപ്പെട്ട ഇതിലൊക്കെ അത്യാവശ്യം ഫെറിറ്റിൻ കണ്ടൻറ്റ് അടങ്ങിയത് തന്നെയാണ്. പല ബീൻസ് വർഗ്ഗത്തിലും ഇത് ധാരാളമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സോയാബീൻ ആയാലും കിഡ്നി ബീൻ ആയാലും ചിക്ക് പീസ് പോലെയുള്ള കടലവർഗ്ഗത്തിൽപ്പെട്ടതിലൊക്കെ ഇത് ആവശ്യത്തിനുണ്ട്. അതുപോലെ സ്ട്രോബെറി, വാട്ടർമെലൺ പോലെയുള്ള ഫ്രൂട്ടുകളിലും അത്യാവശ്യമൊക്കെ ഫെറിറ്റിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അതികഠിനമായ ക്ഷീണവും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ഷാമ്പു മാറ്റി ഉപയോഗിക്കുകയല്ല വേണ്ടത്. മുടി കൊഴിച്ചിൽ അങ്ങനെ കഠിനമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഫെറിറ്റിൻ്റെ അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ കിതപ്പും അസ്വസ്ഥതകളും ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫെറിറ്റിൻ ചെക്ക് ചെയ്യുക. ഫെറിറ്റിൻ കുറവാണെങ്കിൽ ആദ്യം ഞാൻ ഈ പറഞ്ഞ സൂചിപ്പിച്ച രീതിയിലുള്ള ഭക്ഷണം കുറച്ചുകൂടി അധികം കഴിച്ചുകൊണ്ട്
ഫെറിറ്റിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിലുള്ള ഫെറിറ്റിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം കുറച്ച് കാലങ്ങളിലേക്ക് എങ്കിലും.